ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് എന്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിപ്പോൾ ഇത്രയും പീസ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ബീഫോട്ട് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ബീഫ് കട്ട് ചെയ്യുന്നില്ല, വേവിച്ചതിന് ശേഷമാണത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീഫ് കട്ട് ചെയ്തെടുക്കാതെയാണ് ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൈവച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് നമ്മുടെ ഈ ബീഫിൽ ഈ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ നമുക്കങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി വേറെയും മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇനി നമ്മൾ മസാല തേച്ചിട്ടുള്ള ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4-5 സ്പൂണ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കേണ്ട, നമ്മുടെ ബീഫിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. എന്നിട്ട് ആവി പോയതിന് ശേഷം നമുക്കിതങ്ങ് തുറന്നെടുത്ത് നോക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ആവി പോയതിന് ശേഷം ഞാൻ നമ്മുടെ ബീഫ് പുറത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൈക്ക് ഉള്ള പാകത്തിന് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനിയാണ് നമ്മൾ നമ്മുടെ ബീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇനി നമുക്ക് ഇതുപോലെ വേവിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ളത് പോലെ തന്നെ നമുക്ക് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് മുഴുവനായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ബൗൾ എടുക്കാം. നമുക്ക് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3/4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് വറ്റൽമുളക് പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തത് 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് സ്പൂണ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ വെള്ളം ചേർക്കണ്ട. ഇനി നമ്മൾ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം നമ്മൾ കളയരുത്. ഇതുപോലെ നമുക്കിതിലേക്ക് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ തന്നെ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ബീഫിൻ്റെ വെള്ളം തന്നെ വേവിച്ചെടുത്തിട്ടുള്ള
ആ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ നമ്മൾ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് മാത്രമേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മസാല എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സ്പൂണ് വെച്ചിട്ടും ചെയ്തെടുക്കാം, ഇനി കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് മസാല അങ്ങ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല എത്തേണ്ട രീതിയിൽ നമുക്കിതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളിത് മസാല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി അരമണിക്കൂർ വെക്കാൻ ടൈമില്ലാത്തവർ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണമെങ്കിൽ നമുക്കിത് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുമിച്ചിട്ട് എല്ലാ ബീഫും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ നടന്നപ്പോൾ ഇത് ചട്ടി നിറച്ചെണ്ണ വന്ന് പൊന്തി വന്നു. അപ്പോൾ ഇനി ഞാനിപ്പോൾ ചട്ടി മാറ്റിയാണ്, ഞാൻ ചെറിയ ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ അത് ചട്ടിയിൽ നിന്ന് വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നിറഞ്ഞ് വന്നിട്ട് ഞാനത് വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിയിട്ടല്ല അധികം അതുപോലെയൊക്കെ കഴിക്കൽ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്ത ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വെളിച്ചെണ്ണ ആയിട്ടാണ് തോന്നുന്നത്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ചട്ടി മാറ്റി രണ്ടാമത്തെ ചട്ടി ഇതുപോലെ ചട്ടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ബീഫ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് തിരിച്ചു മറിച്ചു ഇളക്കി കൊടുത്തിട്ടൊക്കെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടെ ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുള്ള ബീഫും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകും ഇട്ടിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ പച്ചമുളകും ഇടും. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കിനി എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫിൻ്റെ കൂടെ അതുപോലെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.